സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനത്തിനെതിരെ സംസ്ഥാന സർക്കാരിന്റെ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. 2 സർവകലാശാലകളിലെയും താൽക്കാലിക VC നിയമനം റദ്ദാക്കണമെന്നാണ് ആവശ്യം. ഡോക്ടർ സിസാത്ത് തോമസിന്റെയും ഡോക്ടർ A ശിവപ്രസാദിന്റെയും നിയമനം നിയമലംഘനമാണ്. സർക്കാരിന്റെ പാനലിൽ നിന്നല്ല ഗവർണർ VCമാരെ നിയമിച്ചത്. ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധിക്ക് വിരുദ്ധമാണ് ഗവർണറുടെ നടപടിയെന്നുമാണ് സർക്കാർ ചൂണ്ടിക്കാട്ടുക. തൗഫീഖ് അസ്ലം ഒരുങ്ങൽ നൽകും. തൗഫീഖ, VCമാരുടെ നിയമനത്തിൽ സർക്കാർ നിലപാട് സുപ്രീം കോടതിയെ അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഹർജി പരിഗണിക്കുമ്പോൾ ഏത് രീതിയിലുള്ള ഒരു ഇടപെടലിനാണ് സാധ്യതയുള്ളത്? എന്താണ് സർക്കാർ പ്രധാനമായി VC നിയമനവുമായി ബന്ധപ്പെട്ട് കോടതിയെ അറിയിച്ചിട്ടുള്ളത്? ദിവ്യ, 2 സർവകലാശാലകളിലെയും താൽക്കാലിക VC നിയമനം റദ്ദാക്കണമെന്നാണ് സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയിൽ പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന്മേലായിരിക്കും ഇന്ന് കോടതിയിൽ വാദം നടത്തുക. കേരള സർവകലാശാല, ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനത്തിനെതിരെയാണ് സർക്കാർ സുപ്രീം കോടതിയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സിസാത്ത് തോമസിന്റെയും A ശിവപ്രസാദിന്റെയും നിയമം, അത് അവരുടെ നിയമനം നിയമലംഘനത്തിലൂടെയാണ് എന്നാണ് കോടതിയിൽ പ്രധാനമായും സംസ്ഥാന സർക്കാർ വാദിക്കുന്നത്. സർക്കാരിന്റെ പാനലിൽ നിന്നല്ല ഗവർണർ VCമാരെ നിയമിച്ചത്. ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധിക്ക് വിരുദ്ധമായാണ് ഗവർണറുടെ നടപടികൾ. ഇത് തുടർച്ചയായിട്ട് ഗവർണറുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്. ഇതിൽ സുപ്രീം കോടതിയുടെ ഒരു ഇടപെടൽ അത്യാവശ്യമാണെന്ന് കൂടി സംസ്ഥാന സർക്കാർ കോടതിയിൽ പറയുന്നുണ്ട്. ഗവർണർ സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് മറികടന്നെന്നും സംസ്ഥാന സർക്കാർ ഈ കോടതിയെ സമീപിച്ച ഹർജിയിലൂടെ ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ കോടതി എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതായിരിക്കും ഏറ്റവും നിർണായകം. രാവിലെ തന്നെ ഈ കേസ് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി.